സുരേഷ് ഒരു ജോലിയില്ലാത്ത വ്യക്തിയാണ്. ജോലിയില്ലാതെ അവൻ കുറെ സ്ഥലത്തിൽ അപ്ലൈ ചെയ്തിരുന്നു. എന്തെങ്കിലും ജോലി കിട്ടിയോ മോനെ? ഇല്ല അമ്മേ, ഇതുവരെ എനിക്ക് ജോലി കിട്ടിയിട്ടില്ല. ജോലി കിട്ടുന്നത് വല്ലാത്ത പാടായിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും കൈക്കൂലി കൊടുത്താണ് ജോലിക്ക് ചേരുന്നത്. ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാ കുടുംബം നയിക്കുന്നത് മോനെ? അവര് രണ്ടുപേരും സംസാരിച്ചിട്ടിരിക്കുമ്പോൾ അപ്പോഴാണ് സുരേഷിന്റെ മൊബൈൽ അടിക്കാൻ തുടങ്ങിയത്. പറയ് സച്ചിൻ, എന്താ കാര്യം? ഇവിടെ മോളില് വാച്ച്മാന്റെ ജോലിയുണ്ട്. അത് ചെയ്യാൻ നീ തയ്യാറാണോ? തീർച്ചയായും. പക്ഷേ ഈ മാളില് പ്രേതമൊക്കെ ഉണ്ടെന്ന് അവർ പറയുന്നുണ്ട്. എനിക്ക് അതിലൊന്നും വിശ്വാസമില്ല. പക്ഷേ ഞാൻ വാച്ച്മാൻ ജോലി ചെയ്യാൻ തയ്യാറാണ്. ശരി, അതിൽ ശമ്പളം എത്രയാണ്? രാത്രി ജോലി ചെയ്യുകയാണെങ്കിൽ 15,000, രാവിലെ ആണെങ്കിൽ 10,000. ഞാൻ നൈറ്റ് ഷിഫ്റ്റിന് ചെയ്തോളാം. നാളെ തന്നെ വന്ന് നോക്കാം. ശരി, നാളെ 6 മണിക്ക് വന്നേക്കേ. ശരിടാ. സുരേഷ് ഫോൺ കട്ട് ചെയ്തു. അതിനുശേഷം അവൻ ചിരിക്കാൻ തുടങ്ങി. അമ്മ, എനിക്ക് ജോലി കിട്ടി. അതിനുള്ള ശമ്പളം 15,000 നല്ലത് മോനെ, വളരെ നല്ലത് മോനെ. ദൈവം നമ്മുടെ കുറവ് കേട്ടിരിക്കുന്നു മോനെ. ഇന്നു മുതൽ നമ്മുടെ കഷ്ടങ്ങളൊക്കെ നമ്മളെ വിട്ട് ദൂരെ പോകും. അതെ അമ്മേ. അമ്മയും മകനും വളരെ സന്തോഷമായിരുന്നു. പക്ഷെ അവർക്ക് എന്തറിയാം എന്താ നടക്കാൻ പോകുന്നതെന്ന്. കാരണം ഇതിനുശേഷം അവർക്ക് നടക്കാൻ പോകുന്നത് വേറെ സംഭവമാണ്. അടുത്ത ദിവസം വൈകുന്നേരം 6 മണിക്ക് സുരേഷ് ആ മാളിലേക്ക് പോയി. സെക്യൂരിറ്റി കമ്പനിയിലേക്ക് എത്തി. അവിടെ അവൻ്റെ ഫ്രണ്ട് സച്ചിൻ അവന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഇവനാണ് എൻ്റെ ഫ്രണ്ട് സുരേഷ്. ഇവൻ ആ പ്രേതമുള്ള മാളിൽ ജോലി ചെയ്യാൻ അവൻ തയ്യാറാണ്. നിനക്ക് മുമ്പ് തന്നെ ആ മാളിലേക്ക് കുറേ പേര് ജോലി ചെയ്തിട്ടുണ്ട്. എല്ലാവരും അവിടുന്ന് ഓടിപ്പോയി. ഞാൻ ഓടില്ല സർ. എനിക്ക് ഈ പ്രേതം പിശാചിലൊന്നും വിശ്വാസമില്ല. നല്ലത്. നിനക്കറിയാലോ, നൈറ്റ് ഷിഫ്റ്റിൽ ജോലി ചെയ്താൽ 15,000 ശമ്പളം. അറിയാം സർ. ഓക്കെ, ഈ ഫോംസിലെല്ലാം നിങ്ങൾ ഫിൽ ചെയ്തോളൂ. അതിനുശേഷം നിങ്ങളുടെ യൂണിഫോം ഇതും കളക്ട് ചെയ്തോളൂ. സുരേഷ് ഓഫീസറിന് ഫോം ഫിൽ ചെയ്ത് കൊടുത്തു. അതിനുശേഷം അവൻ്റെ ഷൂവും യൂണിഫോമും അവൻ കളക്ട് ചെയ്തു. നീ ഇന്ന് തന്നെ ജോയിൻ ചെയ്യുകയാണോ അല്ലെ നാളെയാണോ? ഞാൻ ഇന്ന് തന്നെ ജോയിൻ ചെയ്യാം സർ. ഇന്ന് തന്നെ? എന്നാൽ ശരി, ഇന്ന് തന്നെ റിപ്പോർട്ട് ചെയ്തോളൂ. അവിടെ ധീരജ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഉണ്ടാവും. അവർ ഇന്നർ സെക്രട്ടറിയാണ്. ശരി സർ. സുരേഷ് മാളിലേക്ക് പോയി. അവൻ കണ്ടപ്പോൾ അവൻ ധീരജിനെയും കണ്ടുമുട്ടി. അങ്ങനെ വെച്ചാൽ നീയാണോ പുതിയ വാച്ച്മാൻ? അതെ ഏട്ടാ. നിനക്ക് ഈ മാളിനെ പറ്റിയുള്ള ഹിസ്റ്ററിയൊക്കെ നന്നായിട്ട് അറിയാലോ. ഈ മാൾ ഒരു പ്രേതമാളാണ്. എനിക്ക് പ്രേതമാളൊന്നും അതിലത്ര വിശ്വാസമില്ല. എന്നെ പേടിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ ആവശ്യമില്ലാണ്ട് എൻ്റെ ജോലി നിന്നെ അറിയിപ്പിക്കാനാണ്. പിന്നെ നിന്റെ ഇഷ്ടം. ഞാൻ ഈ മുമ്പുള്ള ഗേറ്റിൽ നിൽക്കാൻ പോവാണ്. നീ പുറകിലുള്ള ഗേറ്റ് പോയി ഇരിക്കൂ. ശരി. സുരേഷ് ലോഗ് ബുക്കിൽ ഒപ്പും ഇട്ടു. അതിനുശേഷം അവൻ പുറകിലുള്ള ഗേറ്റിലേക്കും പോയി. അവൻ പുറകിലുള്ള ഗേറ്റിന് ബാക്കിലാണ് ഇരിക്കുന്നത്. പയ്യെ ആ മാളിലുള്ള എല്ലാ ആൾക്കാരും പോവാൻ തുടങ്ങി. ഇപ്പം ആ മാളിൽ ധീരജും പിന്നെ സുരേഷ് മാത്രമേ ഉള്ളൂ. സുരേഷിന് ഇന്ന് ജോലി ചേർന്ന ആദ്യത്തെ ദിവസമാണ്. അവൻ ചെയറിലിരുന്നത് കൊണ്ട് അവന് വല്ലാതെ ക്ഷീണം വന്ന് ഉറങ്ങി. അവൻ നന്നായിട്ട് ഉറക്കത്തിലായിരുന്നു. അപ്പൊ പെട്ടെന്ന് അവന്റെ മുഖത്തിൽ ആരോ അടിച്ചു. ആരാത്? ഇവിടെ ആരാ ഉള്ളത്? സുരേഷ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കി. അവിടെ ആരില്ലായിരുന്നു. ഒരു പക്ഷെ ഞാൻ സ്വപ്നം കാണാതിരിക്കുമോ? ഇല്ലെങ്കിൽ ആരെങ്കിലും ശരിക്കും അടിച്ചിട്ടുണ്ടാവുമോ? ഞാൻ എന്തായാലും ഉറങ്ങില്ല. അതിനുശേഷം സുരേഷിന്റെ ഓർക്ക് തന്നെ പോയി. അവൻ ഗേറ്റിനടുത്ത് നടക്കുകയായിരുന്നു. അവന്റെ ചെവിയിൽ എന്തോ പെട്ടെന്ന് ഒരു പെണ്ണിന്റെ ഒച്ച കേൾക്കുന്ന പോലെ അവൻ കേൾക്കാനും തുടങ്ങി. നരേഷ്, നീ എവിടെയാണ് നരേഷ്? സുരേഷ് ഇവിടെ അവിടെയും ടോർച്ച് അടിക്കാൻ തുടങ്ങി. പക്ഷെ അവന്റെ കണ്ണിൽ ആരും കണ്ടില്ലായിരുന്നു. പിന്നെ അവന് ആ ശബ്ദം എവിടുന്നാ വരുന്നതെന്ന് അറിയാത്തതുകൊണ്ട് അവൻ വല്ലാതെ ടെൻഷനിലായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ അവൻ തൻ്റെ ക്യാബിനിൽ കണ്ടപ്പോൾ അവിടെ ഒരു പെണ്ണുണ്ടായിരുന്നു. അവൾ താഴെ ഇരുന്നിട്ട് കരയായിരുന്നു. സുരേഷ് അവളുടെ അടുത്ത് എത്തിക്ക് പോയി. ആരാ നിങ്ങൾ? എന്തിനാ കരയുന്നത്? ആ പെണ്ണ് തൻ്റെ തല പൊക്കി കാണിച്ചു. അവളുടെ മുഖം കണ്ടപ്പോൾ സുരേഷ് വല്ലാതെ പേടിക്കാനും തുടങ്ങി. അതൊരു പെണ്ണല്ല, അതൊരു പ്രേതമാണ്. അവളുടെ കണ്ണുകൾ ചുവന്നിരുന്നു. അവളെ കണ്ട ഉടനെ സുരേഷ് വല്ലാതെ പേടിച്ച് കരഞ്ഞ് ഓടിപ്പോയി. അവൻ അവിടുന്ന് ഓടിക്കളഞ്ഞു. ധീരജും കരച്ചലിന്റെ ശബ്ദം കേട്ടിട്ട് സുരേഷിനടുത്ത് എത്തി. എന്തു പറ്റി? ആ പ്രേതം അവൾ നിന്റെ കണ്ണിലും കാണാൻ പറ്റിയോ? ശരി വാ, നീ എൻ്റെ കൂടെ വാ. ധീരജ്
സുരേഷ് തന്നെ കൂട്ടിക്കൊണ്ടുപോയി തൻ്റെ ക്യാബിനിലേക്ക് പോയി കഴിഞ്ഞു. അവന് വെള്ളവും കൊടുത്തു. ഇപ്പോൾ പ്രേതമുള്ളതെന്ന് നീ വിശ്വസിക്കുന്നുണ്ടല്ലോ. എന്നോട് ക്ഷമിക്കൂ. എന്നെ പേടിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ പറയാമെന്ന് ഞാൻ വിചാരിച്ചു പോയി. കുഴപ്പമില്ല, ഇരിക്കട്ടെ. എനിക്ക് ഒരു കാര്യമാണ് മനസ്സിലാവാത്തത്. ഒരു സെക്യൂരിറ്റി പോലും ഇവിടെ പെർമനൻ്റ് നിന്നിട്ടില്ല. പക്ഷെ നിങ്ങൾ മാത്രം എങ്ങനെയാണ് ഇവിടെ നിൽക്കുന്നത്? ഈ തായത്ത് കൊണ്ടാണ്. പണ്ഡിതർ എനിക്ക് ഈ ഹനുമാന്റെ തായത്ത് തന്നിരുന്നു. ആ പ്രേതം എൻ്റെ അടുത്ത് പോലും വരില്ല. പക്ഷെ അവൾ ആരാണ്? അവളുടെ പേര് നന്ദിനി. 20 കൊല്ലം മുമ്പ് നടന്ന കാര്യമാണ്. ഇവിടെ മാളിരിക്കുന്ന മുമ്പ് നന്ദിനിയും സുരേഷിന്റെ പൂർവിക പശുത്തോട്ടം ഉണ്ടായിരുന്നു. വളരെ സന്തോഷത്തിലായിരുന്നു അവർ രണ്ടുപേരും. പിന്നെ ഒരു സേട്ടിന്റെ നോട്ടം ഈ സ്ഥലത്തിലുണ്ടായിരുന്നു. ഞാൻ നിനക്ക് ഈ സ്ഥലത്തിൽ നല്ലൊരു വില തരാം. ഇല്ല സേട്ജി, ഇത് വിൽക്കാൻ ഞങ്ങൾ തയ്യാറല്ല. കാലകാലമായിട്ട് എൻ്റെ മുത്തശ്ശനും ഞാനും ഒക്കെ ഈ തോട്ടം വെച്ചതാണ്. എന്നോട് ക്ഷമിക്കണം. നന്നായിട്ട് ആലോചിച്ച് നോക്ക്. ഇന്നില്ലെങ്കിലും എന്തെങ്കിലും ഒരു ദിവസം ഈ സ്ഥലം ഞാൻ എടുത്തോളും. നീയായിട്ട് എനിക്ക് ആ സ്ഥലം തന്നാൽ അത് നിനക്ക് വളരെ നല്ലതാണ്. ഇല്ല സേട്ജി, ഇത് ഞാൻ വിൽക്കില്ല. നരേഷ് തരില്ല എന്ന് പറഞ്ഞതുകൊണ്ട് സേട്ജി റൗഡിൽ വെച്ച് ആ സ്ഥലമൊക്കെ തീ വെച്ച് കത്തിച്ചു. കത്തിക്കൊണ്ടെന്ന് നന്ദിനി അവിടുന്ന് പുറത്തേക്ക് വന്നു. പിന്നെ നരേഷ് എല്ലാ പശുക്കളെയൊക്കെ അയച്ചു വിട്ടു. കുറച്ചു നേരത്തിൽ തീയൊക്കെ എല്ലാ സ്ഥലത്തും കത്താൻ തുടങ്ങി. നരേഷും ആ പശുക്കളൊക്കെ ചേർന്ന് കത്താൻ തുടങ്ങി. പുറത്തിരുന്ന നന്ദിനി ഇത് കണ്ട് കരയായിരുന്നു. അവൾ ഒച്ച ഉണ്ടാക്കിയിട്ട് ആ തീയിൽ അവൾ തന്നെ കുതിച്ചു. പിന്നെ അന്ന് രാത്രി തന്നെ അവര് രണ്ടുപേര് ജീവിതം പോയി. അന്ന് മുതൽ ആരും ഈ രാത്രി ഇവിടെ താമസിക്കില്ല. കുറെ കൂലി ആൾക്കാരും പിന്നെ വാച്ച്മാനോടും നന്ദിനിയുടെ ആത്മ കണ്ടിട്ടുണ്ട്. അത് ശരി, നന്ദിനിയുടെ ആത്മമുക്തി കൊടുക്കാൻ ആരുമില്ലേ? ഒരു പക്ഷേ ആ സേട്ടിനെ കൊല്ലണം എന്നായിരിക്കും നന്ദിനിയുടെ ആഗ്രഹം. കാരണം അവനാണ് ആ പശുവിനെ തീ വെച്ചത്. പക്ഷെ അത് പറ്റാത്ത കാര്യമാണ്. കാരണം ഈ സേട്ജിയാണ് ഈ മോളിന്റെ ഓണർ. പിന്നെ അതുമാത്രമല്ല, സൂര്യൻ കഴിഞ്ഞ ശേഷം അയാൾ വരുമില്ല. എന്നാലും പാവമാണ്. ആ പെണ്ണിന് നടന്നത് വല്ലാത്ത ശോകമാണ്. അതുകൊണ്ടാണ് അവൾ എല്ലാവരും പേടിപ്പിക്കുന്നത്. ധീരജ് ആലോചിക്കാൻ തുടങ്ങി. അതായത് നന്ദിനിയുടെ ആത്മയ്ക്ക് എങ്ങനെ മുക്തി കൊടുക്കണമെന്ന്. നിങ്ങളടുത്ത് ഈ മാളിന്റെ മുതലാളി നമ്പർ ഉണ്ടോ? ആ, രജിസ്റ്ററിലുണ്ട്. സുരേഷ് ആ നമ്പർ നോട്ട് ചെയ്തു. അതിനുശേഷം അവൻ പുറകിലുള്ള ഗേറ്റിലേക്കും പോയി. നന്ദിനി ചേച്ചി, ഞാൻ നിങ്ങളെ സഹായിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുക്തി കൊടുക്കാനുള്ള സഹായം ആ സേട്ടിനെ ഞാൻ ഇങ്ങോട്ട് വരുത്തിപ്പിക്കാം. ആ പ്രേതം സുരേഷിന്റെ മുന്നിൽ എത്തിക്കഴിഞ്ഞു. നീ പറഞ്ഞതുപോലെ നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ? ആ, പക്ഷേ എനിക്ക് നീ ഒരു വാക്ക് തരണം. അതിനുശേഷം നീ ആരെയും ശല്യം ചെയ്യാൻ പാടില്ല. നീ ഈ ലോകം വിട്ടു പോകണം. ഞാൻ വാക്ക് നൽകുന്നു. സുരേഷ് ആ നമ്പറിലേക്ക് ഫോൺ ചെയ്തു. സേട്ജി, മാളിലൊക്കെ തീ പിടിക്കാൻ തുടങ്ങി. വേഗം വരൂ. മാളിലെ എല്ലാ ഭാഗവും തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. നീ ഫയർ ആൻഡ് സേഫ്റ്റിക്ക് വേഗം വിളിക്കൂ. ഞാനിത് വന്നുകൊണ്ടിരിക്കുകയാണ്. സേട്ട് ഇരുന്ന ടെൻഷൻ കൊണ്ട് അവരപ്പോൾ തന്നെ കാറിൽ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു. അയാൾ വല്ലാതെ ടെൻഷനിലായിരുന്നു. അദ്ദേഹം ഗേറ്റിനടുത്ത് പോയപ്പോൾ അപ്പോഴാ പ്രേതം സേട്ടിന്റെ കാറ് തിരിച്ചു മറിച്ചു. സേട്ടിന് നന്നായിട്ട് അടിയും കിട്ടി. അപ്പോഴാ പ്രേതം സേട്ടിനെ പിടിച്ച് പുറത്തേക്ക് എടുത്തു വെച്ചു. നീ എന്താ വിചാരിച്ചത്? എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നാണോ നീ കരുതിയത്? ഇപ്പോൾ നീ മരിക്കാൻ പോകുന്നു. തീർച്ചയായുമില്ല. എന്റെ ജീവിതം നീ നശിപ്പിച്ചു കളഞ്ഞു. എന്നിട്ട് ഇപ്പോൾ മാപ്പ് ചോദിക്കുന്നു. നിനക്ക് മരണശിക്ഷയാണ്, മരണശിക്ഷ. സേട്ട് അവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമം എടുത്തു. പക്ഷെ അപ്രേതം സേട്ടന്റെ കാറും തീ വെച്ചു. പിന്നെ സേട്ടും അതേ തീര് തന്നെ കത്തിക്കാൻ തുടങ്ങി. സേട്ട് പേടിച്ചുകൊണ്ട് തന്നെ കരഞ്ഞ് മരിച്ചും പോയി. നന്ദിനിന്റെ ആത്മ സുരേഷിന്റെ അടുത്ത് എത്തിക്കഴിഞ്ഞു. ചേട്ടാ, നിങ്ങൾ എന്നെ സഹായിച്ചു. ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല ചേട്ടാ. ഒരുപാട് നന്ദിയുണ്ട്. നന്ദിനിയുടെ ആത്മയ്ക്ക് മുക്തിയും കിട്ടി. അവളും വിചാരിച്ച പോലെ. പിന്നെ അതിനുശേഷം അവൾ അവിടെ വന്നിട്ടുമില്ല, ആരും കണ്ടിട്ടുമില്ല.